ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ 11 മണിവരെ 26.3% പോളിംഗ്. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. അസമിൽ പ്രളയക്കെടുതി രൂക്ഷം. 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 3.5 ലക്ഷത്തിലധികം പേർ ദുരിതത്തിൽ. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. പാക് അധീന കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ അറിയിച്ച് പാക് സർക്കാർ. 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടി ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവായ ഇന്ത്യൻ താരം നിഷാന്ത് ദേവ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 26.3% പോളിംഗ് രേഖപ്പെടുത്തി. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 10.06 കോടി വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 904 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. ഉത്തർപ്രദേശിൽ 28.08%, പഞ്ചാബിൽ 23.91%, പശ്ചിമബംഗാളിൽ 28.1%, ബീഹാറിൽ 24.25%, ഒഡീഷയിൽ 22.64%, ഝാർഖണ്ഡിൽ 29.55%, ഹിമാചൽ പ്രദേശിൽ 31.92%, ചണ്ഡീഗഡിൽ 25.03%മാണ് പോളിംഗ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. ഈ മാസം 4-നാണ് 7 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഒഡീഷ നിയമസഭയിലെ ശേഷിക്കുന്ന 42 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ 11 മണിവരെ 22.97% പോളിംഗ്. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജെഡിയും ബിജെപിയും തമ്മിലാണ് പ്രധാന മത്സരം. ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിലെ അഗീഗാവ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുന്നുണ്ട്. സിറ്റിംഗ് എംഎൽഎ മനോജ് മൻസിൽ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിവിധ ജില്ലകളിലെ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർമാർ വിലയിരുത്തി വരികയാണ്. ഈ മാസം 4-ന് രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണലിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ ഡിജിപിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് ഉന്നതതല യോഗം ചേരും. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന 45 മണിക്കൂർ നീണ്ട ഏകാന്ത ധ്യാനം ഇന്ന് സമാപിക്കും. വ്യാഴാഴ്ച വൈകിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ധ്യാനം ആരംഭിച്ചത്. ഇന്ന് ധ്യാനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി തിരുവള്ളുവർ പ്രതിമ സന്ദർശിക്കും. തുടർന്ന് കന്യാകുമാരി ഹെലിപാഡിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് ലോക ക്ഷീരദിനം. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഫുഡ് ആന്റ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ 2001-ലാണ് ജൂൺ 1 ലോക ക്ഷീരദിനമായി അംഗീകരിച്ചത്. പാലിനെ ആഗോള ഭക്ഷണമായി അംഗീകരിക്കുന്നതിനും ക്ഷീരവ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 100 കോടിയിലധികം ആളുകൾക്ക് ഉപജീവനമാർഗം നൽകുന്നതിൽ ക്ഷീരവ്യവസായത്തിന്റെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്നതിലും ഈ ദിനം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. റേമൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയക്കെടുതിയിൽ അസമിൽ 6 പേർ മരിച്ചു. 11 ജില്ലകളിലെ 3,50,000 പേരെ പ്രളയം ബാധിച്ചു. 560 ഗ്രാമങ്ങളിലെ 4,900-ലധികം ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. നിരവധി റോഡുകൾ തകർന്നതായി അസം ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 148 ദുരിതാശ്വാസ ക്യാമ്പുകളും ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണത്തിന് 39 കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്. ഹരിയാന, ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. പകൽച്ചൂട് കൂടിയതോടെ തമിഴ്നാട്ടിൽ സ്കൂൾ തുറക്കുന്നത് മാറ്റി. ഈ മാസം 10-നായിരിക്കും സ്കൂളുകൾ തുറക്കുന്നത്. പുതുച്ചേരിയിൽ ജൂൺ 12-ന് സ്കൂൾ തുറക്കും.
അതേസമയം വടക്കുകിഴക്കൻ മേഖലയിലും പശ്ചിമ ബംഗാളിലും അടുത്ത 6 ദിവസം ചെറിയ തോതിൽ മഴ ലഭിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെടും. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ശംഖുമുഖം സ്വദേശി മഹേഷിനെയാണ് കാണാതായത്. തീരദേശ സംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ മഹേഷിനായി തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നത്. വിഴിഞ്ഞത്തേക്ക് പോകുകയായിരുന്ന വള്ളം തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. 2 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. കൂടെയുണ്ടായിരുന്ന ആൾ നീന്തി രക്ഷപ്പെട്ടു. മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണെന്നും സംഭവം നടന്നയുടൻ തിരച്ചിൽ നടത്താനുള്ള നടപടി സ്വീകരിച്ചതായും ആന്റണി രാജു MLA പറഞ്ഞു. പാക് അധീന കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് സമ്മതിച്ച് പാക് സർക്കാർ. ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ പാകിസ്ഥാൻ അഡീഷണൽ അറ്റോർണി ജനറലാണ് ഇക്കാര്യം പറഞ്ഞത്. അയൽ രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ടുതന്നെ പാക് അധീന കശ്മീർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കശ്മീരി കവിയും പത്രപ്രവർത്തകനുമായ അഹമ്മദ് ഫർഹാദ് ഷായെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കില്ലെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞു. റാവൽപിണ്ടിയിലെ വസതിയിൽ നിന്ന് പാകിസ്ഥാനി ഇന്റലിജൻസ് ഏജൻസി അഹമ്മദ് ഫർഹാദ് ഷായെ പിടിച്ചുകൊണ്ടുപോയതായി കാണിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് ഇന്ത്യയുടെ നിഷാന്ത് ദേവ് 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടി. ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പുരുഷ ബോക്സിംഗ് താരം പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്നത്. ബാങ്കോക്കിൽ ഇന്നലെ നടന്ന ലോക ബോക്സിംഗ് ക്വാളിഫയർ ക്വാർട്ടറിൽ 71 കിലോഗ്രാം വിഭാഗത്തിൽ മോൾഡോവ താരത്തെ 5-0 പരാജയപ്പെടുത്തിയാണ് നിഷാന്തിന്റെ നേട്ടം. നേരത്തെ വനിതാ ബോക്സിംഗ് താരങ്ങളായ നിഖഹത് സരീദ്, പ്രീതി, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവർ ഒളിമ്പിക്സ് യോഗ്യത നേടിയിരുന്നു. ക്രിക്കറ്റ് ആരാധകർ ഇനി 2020 ലോകകപ്പ് ആവേശത്തിലേക്ക്. 2020 ലോകകപ്പ് 9ാം പതിപ്പിന് നാളെ തുടക്കമാകും. അമേരിക്കയും കാനഡയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. 4 ഗ്രൂപ്പുകളിലായി 20 ടീമുകളാണ് ഇത്തവണ ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് T20ക്ക് വേദിയാകുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് ആകെ 4 മത്സരങ്ങളാണുള്ളത്. ഈ മാസം 5-ന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. IPLൽ മികച്ച പ്രകടനം കാഴ്ചവച്ച മലയാളി താരം സഞ്ജു സാംസൺ ഇത്തവണ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ജൂൺ 9-നാണ് ഇന്ത്യ പാക് പോരാട്ടം. ഇന്ത്യ ബംഗ്ലാദേശ് സന്നാഹ മത്സരം ഇന്ന് രാത്രി 8-ന് ന്യൂയോർക്കിൽ നടക്കും. ഇംഗ്ലണ്ടാണ് നിലവിലെ 2020 ചാമ്പ്യന്മാർ. പാവക്കൂത്ത് കലാകാരൻ മകുനി ചരൺ കുവാനർ അന്തരിച്ചു. ഒഡീഷയിലെ സ്വവസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. അന്യം നിന്നു പോകുന്ന പരമ്പരാഗത കലാരൂപമായ പാവകളിയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹം നൽകിയ ആജീവനാന്ത സംഭാവനയ്ക്ക് രാജ്യം കഴിഞ്ഞ വർഷം പത്മശ്രീ നൽകി ആദരിച്ചു. പൂനെ കല്യാണി നഗർ വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റാരോപിതനായ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ രക്തസാമ്പിൾ മാറ്റിയെന്നും അതിനായി പണം നൽകി ഡോക്ടർമാരെ സ്വാധീനിച്ചെന്നുമാണ് ആരോപണം. ഇവരെ മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കും. കേസുമായി ബന്ധപ്പെട്ട് പൂനെ ഫോറൻസിക് ലബോറട്ടറിയിലെ 2 വനിതാ നഴ്സുമാരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. രക്തസാമ്പിൾ മാറ്റുന്നതിൽ 2 ഡോക്ടർമാർക്ക് പ്രധാന പങ്കുണ്ടെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറഞ്ഞു. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 6650 രൂപയും പവന് 160 രൂപ കുറഞ്ഞ് 53200 രൂപയുമായി. മദ്യനയ അഴിമതി കേസിലെ ഇടക്കാല ജാമ്യം ഒരാഴ്ച കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതു സംബന്ധിച്ച മറുപടി റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ 11 മണിവരെ 26.3% പോളിംഗ്. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. അസമിൽ പ്രളയക്കെടുതി രൂക്ഷം. 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 3.5 ലക്ഷത്തിലധികം പേർ ദുരിതത്തിൽ. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. പാക് അധീന കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ അറിയിച്ച് പാക് സർക്കാർ. 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടി ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവായ ഇന്ത്യൻ താരം നിഷാന്ത് ദേവ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിന് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.